എൻ്റെ പേര് പെണ്ണമ്മ എബ്രാഹാം. ഞാൻ ബാംഗ്ലൂർ സുൽത്താൻപാളയം സെൻറ്റ് അൽഫോൻസ ചർച്ച് ഇടവക അംഗമാണ് ഞങ്ങൾ. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് തന്നെ 2019 ഏപ്രിൽ മാസത്തിലാണ്. മോടെ സിസ്റ്ററില്ലോയാണ് വിളിച്ച് ഇങ്ങനെ കൃപാസനം എന്ന് ഒരു ധ്യാനമന്ദിരമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ച മോക്ക് കുഞ്ഞിനെ ലഭിക്കും എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ മോളെ? എത്ര ധ്യാനങ്ങൾ കൂടി, എന്തേരം പ്രാർത്ഥിച്ചു, ദൈവം തരാനാണേ തരട്ടെ എന്ന്. അപ്പോൾ ആ മോള് പറഞ്ഞു, അങ്ങനെയല്ല അമ്മമ്മി, അവിടെ പോയാൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ ലഭിക്കും. മോടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞായിരുന്നു. അന്ന് ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥന തുടങ്ങി. യൂട്യൂബിൽ ധ്യാനം കൂടാൻ തുടങ്ങി ചൊവ്വാഴ്ച തോറും. അത് കഴിഞ്ഞ് 3 മാസം അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂലൈ 21-ാം തീയതി ഇവിടെ വരാനും ഉടമ്പടി എടുക്കാനും, ഞാനാണ് ഉടമ്പടി എടുത്തത്, ഉടമ്പടി എടുക്കാനും ഇടയായി. ആ ഉടമ്പടിയിൽ മകൾക്ക് വേണ്ടി 12 വർഷം കഴിഞ്ഞിരുന്ന കുഞ്ഞിന് വേണ്ടിയാണ് മുഖ്യമായിട്ട് ഇവിടെ വന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്തു. പിറ്റേ ദിവസം ഇവിടെ വന്ന് ധ്യാനം കൂടി തിരിച്ച് ബാംഗ്ലൂർക്ക് തിരിച്ചു പോയി. ബാംഗ്ലൂർക്ക് തിരിച്ചു പോയപ്പം മോനാണ് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകാൻ വന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് മോൻ പറഞ്ഞു, മോള് ഗർഭിണിയാണെന്ന്. അപ്പം ഇവിടുന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിൽ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ മോള് ഗർഭിണിയായി. അന്നിവിടെ അച്ഛൻ പറഞ്ഞു 1.5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഇത് കാണിക്കുന്നുവെന്ന്. അന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയുന്നത് അന്നേരം 6 ആഴ്ച മോള് ഗർഭിണിയാണെന്നും. അപ്പം അന്ന് അച്ഛൻ പറഞ്ഞത് തന്നെ ഈ മോടെ കാര്യമാണെന്നുള്ളതും എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞ് മോടെ ഡെലിവറി ടൈമിൽ കുഞ്ഞിനെയും കൊണ്ട് കോവിഡ് തുടങ്ങിയ കാരണം കുഞ്ഞിനെയും കൊണ്ട് ഇതുവരെ വരാനോ, ഈ മോനാണ് ഉടമ്പടി എടുത്ത് മോനുണ്ടായി. കോവിഡിൻ്റെ സമയമായിരുന്നുകൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനും എല്ലാം ഇത്രയും താമസിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നു. അപ്പോഴാണ് ഒമിക്രോൺ കാരണം പിന്നെയും ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് അയർലൻഡിന് പോയി. മോൾ അയർലൻഡിലാണ്. അപ്പോഴും അയർലൻഡിൽ തിരിച്ചു പോയി കഴിഞ്ഞ് പിന്നെ രണ്ടാമതൊരു കുഞ്ഞിനെയും കൂടെ അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു. നവംബർ 3-ന് ഈ കുഞ്ഞുണ്ടായി. കുഞ്ഞിന് 3 മാസം കഴിഞ്ഞു. അങ്ങനെ അമ്മ മാതാവിൻ്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ മോക്ക് നൽകി അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് ഡിസ്ക് പ്രോബ്ലവും നടുവിന് വേദനയും വല്ലാത്ത വിഷമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് പോകാൻ തന്നെ, മോടെ ഡെലിവറിക്ക് പോകാൻ തന്നെ എനിക്ക് പറ്റുമെന്ന് ഓർത്തിരുന്നില്ല. എൻ്റെ ഡിസ്ക് പ്രോബ്ലവും നടുവിന് വേദനയും വിഷമങ്ങളും എല്ലാം മാറ്റി അമ്മ മാതാവ് ഈ 2 ഡെലിവറിക്കും എനിക്ക് പോകാനും അറ്റൻഡ് ചെയ്യാനുമുള്ള കൃപ തന്നു. പിന്നെ അനിയത്തിയുടെ മോന് എൻജിനീയറിങ് കഴിഞ്ഞ് 3 ഉടമ്പടി വെച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. 3 വർഷമായിട്ട് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ വിഷമിച്ച് ഇരുന്നപ്പം മോൻ്റെ കാര്യവും ഇവിടെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. 1 മാസത്തിനുള്ളിൽ ആ മോൻ അബുദാബിക്ക് ജോലിക്ക് പോകാനും ഇപ്പോൾ ജോലിയിൽ തുടർന്ന് പോകാനും ഉള്ള കൃപ നൽകി അനുഗ്രഹിച്ചു. പിന്നെ ബാംഗ്ലൂരുള്ള ഈ മോടെ വീട് ആ റോഡിൽ വലിയ ഹെവി ലൈൻ പോകുന്നതുകൊണ്ട് അവിടുത്തെ പ്ലാനെല്ലാം അനുസരിച്ച് വെച്ചതാണെങ്കിലും പിന്നീട് ഒരു നോട്ടീസ് വന്നു, വീട് മുൻവശത്ത് പൊളിച്ചു മാറ്റണം, കുറച്ചുകൂടെ പുറകോട്ട് ഇറക്കി വെക്കണമെന്ന്. ആ റോഡ് സൈഡിലുള്ള എല്ലാവരും 3-4 നില വീട് കെട്ടിയിരിക്കുന്നതാണ്. മുമ്പിൽ നിന്ന് പൊളിച്ച് മാറ്റാനും കെട്ടാനും ഭയങ്കര പ്രയാസവും വിഷമമായിരുന്നു.
മാതാവിനോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ കേസ് കൊടുത്തു. ആ കേസെല്ലാം എല്ലാവർക്കും അനുകൂലമായിട്ട് വിധിച്ച് അങ്ങനെ ഇതും അമ്മ മാതാവ് പരിഹരിച്ച് തന്നു. പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഉടമ്പടിയിൽ വെക്കാത്തതും എല്ലാം അമ്മ മാതാവ് എപ്പോൾ കണ്ണീരൊഴുക്കി ഏത് കാര്യം പ്രാർത്ഥിക്കുന്നോ അതെല്ലാം ഞങ്ങൾക്ക് അപ്പോഴപ്പോഴും സാധിച്ചു തന്നുകൊണ്ടിരിക്കുന്ന അമ്മ കൂടെ ഇരിക്കുന്ന അനുഭവമാണ് എപ്പോഴും ഞങ്ങൾക്കുള്ളത്. ഈ കുഞ്ഞുങ്ങളെയെല്ലാം അമ്മയുടെ തൈലവും ഉപ്പും കൊണ്ടാണ് വളർത്തി കൊണ്ടുവന്നത് തന്നെ. എന്തെങ്കിലും പ്രയാസമോ വിഷമോ ഉണ്ടായാലും പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടും. അങ്ങനെ അതിൽ നിന്നെല്ലാം വിഷമവും പ്രയാസവും. ഇപ്പം തന്നെ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് തണുപ്പിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഭയങ്കര പനിയും ജലദോഷവുമായിരുന്നു. ഇവിടെ വരാനിപ്പം ഒക്കുമെന്ന് പോലും ഓർത്തതല്ല. തൈലം പുരട്ടി പ്രാർത്ഥിച്ചും അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വരാനും ഈ സാക്ഷ്യം പറയാനും അമ്മ ഒത്തിരി അനുഗ്രഹം തന്നു. പിന്നെ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യം, ഇപ്പോൾ ഈ ഡിസംബറിൽ ഞാൻ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് പോയി അയർലൻഡിലായിരുന്നപ്പം 1 മാസമായപ്പം കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ പോകണമായിരുന്നു. അപ്പം മോളുടെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിരുന്നതുകൊണ്ട് മോള് തന്നെയാണ് വണ്ടി ഓടിച്ച് ഞാനും കൂടെ പോയി കുഞ്ഞിനെയും കൊണ്ട്. അന്ന് ഡോക്ടറെ കണ്ടു ഇറങ്ങിക്കഴിഞ്ഞ് എന്തോ ആവശ്യത്തിന് എവിടെയോ കടയിൽ കയറാനായിട്ട് പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് മോള് കടയിൽ പോയി. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വണ്ടി ഡോറ് തുറക്കാൻ നോക്കിയപ്പം തുറക്കത്തില്ല, ശ്വാസം വിടുന്നു. തണുപ്പ് കാരണം എല്ലാം അടച്ചു പൂട്ടിയിരുന്നു. 2 സൈഡിലും തുറക്കാൻ പറ്റുന്നില്ല. കുഞ്ഞെൻ്റെ മടിയിലുണ്ട്. ആകെപ്പാടെ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ വെള്ളമെല്ലാം പറ്റി മൂക്കെല്ലാം നീറുന്നു, ആകെ ശരീരമെല്ലാം തളരുന്ന പോലെ വന്നു. ഞാൻ അമ്മ മാതാവിനോട് ഒരുപാട് ഇരുന്ന് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അമ്മ മാതാവിനോട് എനിക്ക് എൻ്റെ ശരീരമെല്ലാം മറച്ചൊരുമാതിരി വരുന്ന പോലെ തോന്നിയപ്പോഴത്തേക്കും ഈ കുഞ്ഞ് മടിയിൽ കിടന്ന് ഉറങ്ങുന്നു, ഈ കുഞ്ഞിനെന്നാ സംഭവിക്കുന്നതെന്നും എനിക്കറിയില്ല. അപ്പോൾ അമ്മ മാതാവേ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാവേ, എൻ്റെ കുഞ്ഞ് എത്രയും വേഗം എത്രയും വേഗം സ്ഥലത്ത് എത്തണേ എന്ന് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ മോള് ഓടിപ്പാഞ്ഞ് വരുന്നുണ്ട്. വന്നപ്പോഴത്തേക്കും എനിക്ക് ആകെ പ്രയാസമായി. പിന്നെ വെള്ളമെല്ലാം മേടിച്ച് തന്നാണ് എനിക്ക് അമ്മ മാതാവ് അങ്ങനെയുള്ള വിഷമങ്ങളിൽ നിന്നും എപ്പോൾ എന്താവശ്യം വന്നാലും അതിലെല്ലാം അമ്മ മാതാവിനെ വിളിച്ചാൽ അപ്പോഴപ്പോഴ് സാധിച്ചു തന്ന് ഈശോയുടെ അനുഗ്രഹം അങ്ങനെ ഞങ്ങൾക്ക് നേടിത്തരുന്നു. എല്ലാ കാര്യങ്ങളിലും ഒത്തിരി കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ ഇങ്ങനെ ഞങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ സഹായത്താൽ നന്നായി എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതെല്ലാം അമ്മ മാതാവിൻ്റെ സഹായമാണ്. അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഇത്രയും താമസിച്ച് പോയതിൽ ഒത്തിരി വിഷമമുണ്ട്. അമ്മയോടും ഈശോയോടും ക്ഷമ ചോദിക്കുന്നു. അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു.